ഹലോ ഗൈസ്, സാറ്റർഡേ ആയിട്ട് രാവിലെ തന്നെ തുള്ളി കളിച്ചത് എങ്ങോട്ടാണ് പോകുന്നതാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ വീട് തൊട്ടടുത്തുള്ളൊരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. എല്ലാ ദിവസവും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്നത് കൊണ്ട് തന്നെ സാറ്റർഡേ എൻ്റെ കിച്ചണിൽ ലീവാണ് കേട്ടോ. രാവിലെ നമ്മൾ എല്ലാ സാറ്റർഡേയും ഇതുപോലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. നമ്മുടെ വീട് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ്, വിഷ്ണു വൈഭവം എന്നാണ് പേര്. ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ സാധാരണ മെനു ആണ് കാണുന്നതെങ്കിൽ ഇവിടെ ഇതാണ് മെനു കേട്ടോ. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെ നമുക്കിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു സീറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരം വരുന്നൊരു കടയായതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ഥിരമായിട്ടൊരു സീറ്റ് ഉണ്ട്. നമ്മൾ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇരിക്കാറുള്ളത്. അങ്ങനെ നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നു. സാറ്റർഡേ സൺഡേ മാത്രം ഞാനിവിടെ വരാനൊരു പ്രത്യേക റീസൺ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കഴിക്കാൻ കേട്ടോ ഞാനിവിടെ വരുന്നത്. സാറ്റർഡേ സൺഡേ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം എന്താണെന്നല്ലേ? സേവഗി ബാത്ത്. സംഭവം കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം സേമിയ ഉപ്പുമാവ്. പക്ഷെ അങ്ങനെ കുറച്ച് കാണുമൊന്നും വേണ്ട കേട്ടോ. ഈ സേമിയ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് വെജിറ്റബിൾസും കപ്പലണ്ടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു സേമിയ ഉപ്പുമാവാണ് ഇവിടെ. പിന്നെ എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു നീർ ചട്നിയാണ് കേട്ടോ. ഇവിടെ ഇഡലി വാങ്ങിച്ചാലും ദോശ വാങ്ങിച്ചാലും എന്ത് വാങ്ങിച്ചാലും ഇവൻ്റെ ഉപ്പുമാവിൻ്റെ കൂടെ വരെ ഇതാണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ. നീർ ചട്നി എന്ന് പറയും. അടിപൊളി സാധനമാണ്. കേതിന് ആസ് യൂഷ്വൽ ഇഡലി ദോശ അതേതെങ്കിലും ആയിരിക്കും കേട്ടോ കേതൻ കഴിക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ അടിപൊളി ഈ ഒരു ഉപ്പുമാവ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. നേരത്തെ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. 10:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധനം കാലിയാകും. അതുകൊണ്ട് തന്നെ സാറ്റർഡേ ഇങ്ങോട്ട് പോരാൻ എനിക്ക് വല്ലാത്തൊരു ശുഷ്കാന്തിയാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ഓർഡർ ചെയ്ത് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള റവ ദോശയാണ്. പിന്നെ അടുത്തിരിക്കുന്നവരുടെ പാത്രത്തിൽ കൈയിട്ട് കളിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു ശീലമാണല്ലോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും സാമ്പാർ ഡിഫറൻ്റ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയ മധുരമുള്ള സാമ്പാറും ലഞ്ചിന് നല്ല എരിവുള്ള സാമ്പാറുമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് പഠിപ്പിച്ചൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ മിച്ചം വരുന്ന സാമ്പാറും നീർ ചട്ടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കുടിക്കുക എന്നുള്ളത്. പിന്നെ കോഫി മറന്നൊരു കളിയില്ലല്ലോ. കേരളത്തിലാണ് ചായ, ബാംഗ്ലൂരാണ് കോഫി. ഇതാണ് എൻ്റെ ശീലം. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.